ഹായ് ഗായ്സ്, അപ്പോൾ ഇന്നൊരു മൺഡേ ഈവനിങ് വ്ലോഗാണ് ഞാൻ കാണിക്കുന്നത്. ഒരു 4 മണി തൊട്ട് ഒരു 10 മണി വരെ ഉള്ളത്. അപ്പം ഞാൻ ജസ്റ്റ് ചായയൊക്കെ ഇട്ട് വെച്ചിട്ട് എനിക്ക് ഡാൻസ് ക്ലാസ് ഉണ്ട്, ടീനേജ് ഗേൾസിൻ്റെ ക്ലാസ്സും ഉണ്ട്, അന്ന് കുച്ചിപ്പുടി ക്ലാസ്സും ഉണ്ട്. 2 ക്ലാസ്സാണ് മൺഡേ ഈവനിങ് ഉള്ളത്. അതെല്ലാം കഴിഞ്ഞിട്ട് ആണ് ഞാൻ ആ ചായ കുടിക്കുന്നത്. അനു വരുമ്പോഴത്തേക്ക് ചായ കുടിക്കാൻ വേണ്ടിയിട്ടാണ് നേരത്തെ ഇട്ട് വയ്ക്കുന്നത്. എന്നിട്ട് അപ്പോൾ ഇന്നത്തെ എൻ്റെ സ്പെഷ്യൽ ഡിന്നർ എന്ന് വെച്ചാൽ അപ്പം, ഫിഷ് മോളി, പിന്നെ അമ്മയുടെ സ്പെഷ്യൽ ഒരു ചമ്മന്തി. അതൊരു ട്രിവാൻഡ്രം സ്പെഷ്യലാണ് കേട്ടോ. ഇപ്പോൾ ഫിഷ് മോളിക്ക് ഞാൻ യൂസ് ചെയ്തേക്കുന്നത് നെയ്മീനാണ്, കിങ് ഫിഷ്. ഫ്രഷ് ഫിഷ് അല്ല, ഫ്രോസൺ ആണ്, ബട്ട് നല്ല ഫിഷാണ്. പിന്നെ കോക്കനട്ട് മിൽക്ക് ഞാനിവിടെ കോസ്കോന്ന് മേടിക്കുന്ന ക്യാനി വരുന്നതാണ്, നല്ലതാണ്, നല്ല ക്വാളിറ്റി പ്രോഡക്റ്റാണ്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ എന്താ ചെയ്യുമ്പോൾ കോക്കനട്ട് മിൽക്ക് 2ാം പാല് നേരത്തെ എടുത്ത് വയ്ക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ ചമ്മന്തി നേരത്തെ ഉണ്ടാക്കി, അതായത് തേങ്ങയും കുറച്ച് മുളക് പൊടിയും ഉപ്പും കൂടെ ഇട്ട് മിക്സിയിൽ ഒന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തെടുത്തിട്ട് കടുക് വറുത്തെടുത്ത് ഒന്ന് ഇത് കിണ്ടണ ചമ്മന്തി എന്നാണ് കേട്ടോ എൻ്റെ വീട്ടിലൊക്കെ പറയുന്നത്. അതിനാണ് ചമ്മന്തി റെഡിയായി. അപ്പത്തിൻ്റെ കൂടെ നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്നതാണ് കേട്ടോ അത്. പിന്നെ നമ്മുടെ ഫിഷ് മോളി സ്റ്റാർട്ട് ചെയ്യാം. മഞ്ഞൾപ്പൊടി പിന്നെ കുരുമുളക് പൊടി, അതാണ് അതിൻ്റെ മെയിൻ മസാല എന്ന് പറയുന്നത്. അപ്പോൾ ഫിഷിൽ ഞാൻ മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ ലെമണും കൂടെ കുറച്ച് സ്ക്യൂസ് ചെയ്ത് ഉപ്പും കൂടെ ഇട്ട് കുറച്ച് നേരം പുരട്ടി മാറ്റി വെക്കണം. അതൊന്ന് ജസ്റ്റ് ഒന്ന് പിടിക്കണം. അതിന് ശേഷം അതൊന്ന് ജസ്റ്റ് ഒരു അരമണിക്കൂറിന് ശേഷം ഞാൻ അതെടുത്ത് ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ എന്ന് വെച്ചാൽ കുറച്ച് ഫ്രൈ ചെയ്തെടുക്കാം. അമ്മയും കുട്ടന് പോമഗ്രാനൈറ്റ് ഇടയ്ക്ക് വെച്ച് ഇഷ്ടമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് മേടിച്ചത്. എന്നും എടുത്താൽ കഴിക്കാനൊന്നുമില്ല, എന്നാലും അതൊക്കെ അവരത് കട്ട് ചെയ്ത് കഴിക്കുകയാണ് കേട്ടോ. എന്നിട്ട് അപ്പം ഞാൻ ആ ഫിഷ് ജസ്റ്റ് ഫ്രൈ ചെയ്തെടുത്തിട്ട് കറി ഉണ്ടാക്കാനുള്ള പുറപ്പാടിലാണ്. അപ്പം ഞാനിവിടെ ആദ്യം ചെയ്യാൻ പോണത്, ഫിഷ് ഒന്ന് മറിച്ചിടാൻ നല്ല കഷ്ടപ്പാടാണ് കേട്ടോ. അത് നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് ആ നോൺ സ്റ്റിക്കിൻ്റെ ഇത് വെച്ചിട്ട് ഭയങ്കര പാടാണ്. അപ്പോൾ അമ്മയ്ക്കുട്ടൻ പോമഗ്രാനൈറ്റൊക്കെ കഴിച്ച് എൻജോയ് ചെയ്ത് ചില്ല് ചെയ്ത് ബുക്ക് വായിക്കുക. എപ്പോഴും ബുക്ക് വായനയാണ് അമ്മയ്ക്കുട്ടൻ്റെ മെയിൻ ഹോബി. എല്ലാവരും ബുക്ക് വായിക്കുന്നത് നല്ലതാണെന്ന് പറയും. ഞാൻ ചിലപ്പോഴൊക്കെ അത് ചീത്തയാണെന്നും പറഞ്ഞ് എടുത്ത് മാറ്റി വയ്ക്കാറുണ്ട് കേട്ടോ. ഒരു ജിഞ്ചർ ബ്രെഡിൻ്റെ അത് ചെയ്തുകൊണ്ടും കൂടെ ഇരിക്കുകയായിരുന്നു അമ്മയി. പക്ഷേ ടി വി ആണെന്നേക്കാളും ഭേദമാണ് ബുക്ക് വായിക്കുന്നതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. അപ്പോഴത്തേക്ക് അപ്പത്തിൻ്റെ ബാറ്റർ ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഫിഷ് മോളി ഉണ്ടാക്കാം. ഒരു ചീനച്ചട്ടി അല്ല കേട്ടോ, നമ്മുടെ മൺചട്ടി എടുത്തിട്ട് സ്പൈസസ് ഞാൻ അതിട്ട് കൊടുക്കുന്നുണ്ട്. അതിൽ നമ്മുടെ ഏലക്ക, പട്ട, ഗ്രാമ്പു ഉള്ളതെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇഞ്ചി ഒന്ന് നീളത്തിനരിഞ്ഞ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ സവാളയും വേണം, കരിവേപ്പില വേണം. അപ്പോൾ എന്നിട്ട് ഞാനിവിടെ സവാള, അതിലൂടെ ഇഞ്ചി ഒന്ന് ജസ്റ്റ് ഒരു ഗോൾഡൻ ബ്രൗൺ അതുപോലെ ആകുമ്പോഴത്തേക്കും സവാള ഇട്ട് കൊടുക്കണം. സവാള കുറച്ച് ഉപ്പും കൂടി ഇട്ട് വഴറ്റിയെടുത്താൽ അത് പെട്ടെന്ന് വെന്ത് മീൻസ് വഴണ്ട് വരും. പച്ചമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അമ്മയെക്കുട്ടൻ്റെ ആ ഒരു ബോർഡിൽ ഇന്നത്തെ മെനു എഴുതി വയ്ക്കുകയാണ് കേട്ടോ. അമ്മയ്ക്ക് എന്തെങ്കിലും ചെയ്തുകൊണ്ടിരുന്നാലാണ് ഒരു സമാധാനം, അല്ലെങ്കിൽ ഇങ്ങനെ നമ്മളെ ചൊറിഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അവൻ എന്തെങ്കിലും ജോലി ചെയ്യണം എപ്പോഴും. അപ്പോൾ അതിന് ശേഷം അതൊന്ന് വഴണ്ട് വന്നതിന് ശേഷം ഞാൻ 2ാം തേങ്ങാപ്പാലാണ് എടുത്തൊഴിച്ചു കൊടുക്കുന്നത്. 2ാം തേങ്ങാപ്പാൽ ജസ്റ്റ് ഒന്ന് വഴണ്ട് വന്നാൽ മതി, ഭയങ്കരമായിട്ട് വെന്തൊന്നും പോകരുത്. എന്നിട്ട് ആ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന നെയ്മീൻ അതിലിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് നമുക്ക് തിളപ്പിക്കാം. ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കണേ. നന്നായിട്ട് തിളപ്പിക്കാൻ ചീനച്ചട്ടി ആയതുകൊണ്ടൊന്ന് ചുറ്റിച്ചെടുക്കണം. ഭയങ്കര റിസ്കി പരിപാടിയൊന്നുമല്ല, എന്നാലും കാണുമ്പോൾ നമുക്കങ്ങനെ തോന്നും. അങ്ങനെ അതൊന്ന് ജസ്റ്റ് നമ്മളിങ്ങനെ കറക്കി കൊടുത്തതിന് ശേഷം അടച്ചു വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. 2ാം പാലായതുകൊണ്ട് നമുക്ക് തിളപ്പിച്ചെടുക്കാൻ പറ്റും. അതിന് ശേഷം നമുക്ക് 1ാം പാൽ ഒഴിച്ചാൽ പിന്നെ ഇതിൽ പിന്നെ ഒരു പരിപാടിയില്ല. ഫിഷ് മോളി എന്ന് വെച്ചാൽ ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു കറിയാണ്, ഫിഷ് റെസിപ്പിയാണ് സത്യത്തിൽ. അമ്മയെക്കുട്ടി അതൊക്കെ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും അതിൽ ലൈറ്റ് വെക്കൊണ്ട് നല്ല രസമുണ്ട് കാണാനുണ്ടല്ലേ, ഫിഷ് മോളി ചമ്മന്തി. എന്നിട്ട് ഞാൻ ആ 2ാം തേങ്ങാപ്പാൽ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആക്ച്വലി 2ാം പാൽ ഒഴിച്ചിട്ട് നല്ലപോലെ തിളപ്പിച്ചതിന് ശേഷം പിന്നെ 1ാം പാൽ ഒഴിക്കണം. 1ാം പാൽ ഒഴിച്ചാൽ തിളപ്പിക്കാൻ പാടില്ല, സ്റ്റൗ ഓഫ് ചെയ്യണം. അപ്പോഴാണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കേണ്ടത്. പിന്നെ ഞാൻ ഇവിടെ ടൊമാറ്റോ റൗണ്ടായിട്ട് കട്ട് ചെയ്താണ് വെച്ചേക്കുന്നത്. പിന്നെ അപ്പത്തിൻ്റെ ബാറ്റർ ഞാൻ ഇവിടെ അവനിൽ വെച്ചിട്ടുണ്ട്, അത് ഒന്ന് പൊന്താൻ വേണ്ടിയിട്ട്. അതും കൂടെ എടുത്ത് അപ്പം ചുട്ടെടുത്തിട്ട് അപ്പവും
പിന്നെ ഫിഷ് മോളിയും പിന്നെ നമ്മുടെ ചമ്മന്തിയും കൂടെ ആയിട്ട് അങ്ങോട്ട് കഴിക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു.